കഞ്ഞി കുടിക്കും. കഞ്ഞിയാ? പാൽ കഞ്ഞിയാ? ഞാൻ രാവിലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചില്ലെന്ന് എനിക്ക് തീരെ വിശപ്പില്ല. ദേ ഇനി ഊണിന്റെ സമയത്ത് കൈയും വെച്ച് ഊണ് കഴിക്കാനെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇത് കുടിക്ക് എന്നിട്ട് 4 മണിയാകുമ്പോ സ്നാക്സ് കഴിക്കാം. ഓക്കെ അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ഉപ്പെല്ലാം പാകത്തിനല്ലേ? വേദന കുറവുണ്ടോ? കുറച്ച് കുറവുണ്ട്. മോള് വിളിച്ചായിരുന്നോ? വിളിച്ച് ചോദിച്ച് എന്നോട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. മോള് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? എന്ത് പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞു? അല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോന്നല്ലോ? ഏയ് ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാലും അതിനിടയ്ക്ക് ഓടിക്കേറി നിങ്ങളങ്ങ് ചെന്ന് കൈ ഉളുക്കി ആകെ നടക്കിടായി. ഞാനും പ്രതീക്ഷിച്ചില്ലെന്നേ. പക്ഷെ അവിടെ എന്താ നടക്കുന്നുള്ളൂ നമ്മൾ എന്തായാലും അറിയണം. അതെങ്ങനെ അറിയും? മോളുടെ തല പൊട്ടിയതും അതിനുശേഷം നടന്ന പ്രശ്നങ്ങളൊക്കെ അവളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കും സംശയം ഇല്ലാണ്ടില്ല. കുറച്ചു കാലം അങ്ങനെയൊക്കെ സ്നേഹത്തോടെ നോക്കും. അത് കഴിയുമ്പോഴേ അവിടെയൊക്കെ തനി സ്വയം പുറത്തിറക്കും. എനിക്ക് ദിയയുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ ടെൻഷനാണ് റാം. ഞാൻ മോളോടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. എനിക്ക് വയ്യാതിരിക്കല്ലേ, അവള് വരാതിരിക്കില്ല. മോളെ വിളിച്ചാൽ വരും. കൂടുതലെ കുട്ടിപ്പട്ടാളം മൊത്തം ഉണ്ടാവും. അതാണ് ദേഷ്യം പിടിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഞാൻ വിളിക്കുമ്പോൾ പറയാം മോളോട് ഒറ്റയ്ക്ക് വരാൻ. അവള് കേൾക്കും ഞാൻ പറഞ്ഞു. ഇവിടെ കഴിക്കേ മതിയോ? പിന്നെ വിളിക്കുമ്പോ തീരെ വയ്യാന്നങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വീണില്ലേ, വീണ് എണീറ്റപ്പോ ആ ബാലചന്ദ്രൻ നമ്പി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് മനപ്പൂർവ്വം ഒടിക്കാൻ നോക്കിയതാണോന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമൊന്നുമില്ല. അയാൾ അങ്ങനെ തന്നെ ചെയ്യും. അയാളെ നിങ്ങൾക്ക് അറിയാനിട്ടാ. അയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. എന്തായാലും അവിടെ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞേ പറ്റൂ നമുക്ക്. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ അറിയാനാ? അത് നീ നോക്കിക്കോ. എന്റെ കൈ ഇങ്ങനെ ഒളിക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ ഞാനൊന്ന് മനസ്സ് വെച്ചതാ നടത്തിയിരിക്കും. ഒരു സ്പൂൺ കൂടെ. അയ്യോ മതിയാ, ശരിക്കും ഫുള്ളായി. അങ്ങനെ പറയില്ല, ഇതോടെ കഴിക്കണം. മതി ഇതിൽ കഴിക്കാൻ. ഗുഡ്. ശരി, മതി. റെസ്റ്റ് എടുക്ക. ഞാനേ മോളെ ഒന്ന് വിളിക്കട്ടെ. ഇപ്പഴാ? മോളെ. പാപ്പയ്ക്ക് കുറച്ച് ക്ഷീണമുണ്ട്, കൈവേദനയുണ്ട്. മോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തുണ്ടെങ്കിലും പറയണേ. പിന്നെ പാപ്പയ്ക്ക് മോളെ ഒന്ന് കാണണമെന്ന്. വയ്യാലോ, അപ്പൊ മോളെ കാണണം തോന്നി എനിക്ക്. ഒന്ന് വരുമോ? അല്ല, അവിടെ നിന്ന് ആരും വന്നൂല്ലല്ലോ. വേണ്ട, അവിടെ നിന്ന് ആരും വരണ്ട. അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. മോൾ ഒറ്റയ്ക്ക് വന്നാ മതി. ശരി മോളെ, വരണേ. റെസ്റ്റ് എടുത്തു. രാകുമാറേ, വയ്യാത്ത രാകുമാറേ, കാണിക്കലേ. രാകുമാറേ, എല്ലാരും കൂടി എത്തിയ? ഒറ്റയ്ക്ക് വരാൻ പറ്റൂ? പടം ഇത്ര ഇല്ലേ? മോളടുത്ത് പരാതി പറഞ്ഞല്ലേ ഞങ്ങളാരും വന്നില്ല എന്ന്. ശരിക്കും ഞങ്ങൾ വരാനിരുന്നതാ. ഉച്ചയാവട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ വന്നാലേ നിങ്ങൾ തിരക്കായിരിക്കില്ലേ. എല്ലാരും അകത്ത് വേണ്ട, അകത്ത് ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ ഇവിടെ ഇരിക്കാം. ചാപ്പിളെ കൂട്. എങ്ങനെയുണ്ട് പാപ്പ? കുഴപ്പമില്ല മോളെ. വീണ് ഉളുക്കിയിട്ട് നീര് കയറുന്നതിന് മുമ്പ് ഞാൻ കറക്റ്റാ പിടിച്ചിട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിടിച്ചിട്ട് അച്ഛൻ കാലാണ്. രാകുമാറേ, ഈ എല്ല് ഊറിപ്പിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം കഷായമുണ്ട്. ഈ മൺകലത്തിൽ കുറച്ച് പട്ടയിട്ട് വാറ്റിയെടുക്കണം. കഷായം വയ്ക്കണം. ഇപ്പൊ എന്റെ കൈ ഓടിക്കുമ്പോൾ തന്നെ എത്ര പ്രാവശ്യം ഞാൻ വാറ്റിയടിച്ചിരിക്കും. വാറ്റും കുടിക്കും. കുടുംബത്തില് എല്ലാവർക്കും ആർക്കെങ്കിലും ഇതുപോലെ കൈ ഒടിക്കോ കാലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാറ്റിയാനടി. ആരുടെ നെയ്യാറ്റി ഇങ്ങനെ കംപ്ലീറ്റ് വാറ്റാണ്. മരുന്ന് കഷായം മാറ്റി കഴിക്കും. എന്തടി? അല്ല പറഞ്ഞു കൊടുത്ത തെറ്റുണ്ടോ? അല്ല നന്നായി. അല്ല പറഞ്ഞു കൊടുത്ത നന്നായി. മാറ്റാറുണ്ട്, ഞാൻ മാറ്റി കൊടുക്കും.
നമ്മളെ നാട്ടിൽ കഷായം വാറ്റുക എന്നാണ് പറഞ്ഞത്. ഓ രാമചന്ദ്രൻ ഉദ്ദേശിച്ചത് മറ്റേ അതല്ല. അതല്ല. എന്നാലും എല്ലാരും കൂടെ അച്ഛനെ പന്നിക്കിട്ടപ്പോഴത്തേക്കും അച്ഛൻ ഹോസ്പിറ്റലൊന്നും പോയില്ല, സ്വയം ഇങ്ങനെ അനുഭവിക്കുമായിരുന്നു അല്ലേ അച്ഛാ? അതെ, സ്വയം ബാറ്റി അടിക്കുമായിരുന്നു അല്ലേ അച്ഛാ? കഷായവേ. അതെ, എപ്പോഴും കൊടുത്താൽ മാത്രം പോലെ വല്ലപ്പോഴും കിട്ടാൻ വേണ്ടി രാംകുമാർ. അത് കറക്റ്റാ. എങ്ങനെ വേദനയ്ക്കുള്ള ഗുളി കഴിക്കണ്ടോ? ആ കഴിക്കുന്നുണ്ട്, 2 ദിവസം കൂടെ കഴിക്കണം. രാംകുമാരെ പണ്ട് ഇതുപോലെ ഞാൻ അതെ, എങ്ങനെയാ കമ്പനിയിലെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഭംഗിയായിട്ട് നടക്കണ്ടോ? ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇയർ എൻഡിങ് ഒക്കെ ക്ലോസ്? ഓ പെർഫെക്റ്റ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്. പാപ്പ വെക്കേഷൻ ആയണ്ടേ എല്ലാവർക്കും കൂടെ എങ്ങോട്ടേലും പോവാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കായിരുന്നു. ആർക്കെല്ലാം കൂടി? നമ്മള് പപ്പയും മമ്മിയും എല്ലാരും കൂടെ. ബെസ്റ്റ്. എന്താ പറയാ? അല്ല, പോയാൽ നല്ല ബെസ്റ്റ് പരിപാടി ആയിരിക്കും എന്ന് പറയായിരുന്നു. ഉണങ്ങിപ്പോ അതിന് പറ്റി. അല്ല പപ്പയുടെ കൈ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പണ്ട് കാലൊടിച്ചു എത്ര ടൂർ എവിടെയൊക്കെ പോയി. എവിടെ വെച്ചാ കന്യാകുമാരിക്കാൻ? കന്യാകുമാരിയില്ല, ഊട്ടി, മൈസൂർ, ഗോവ, കുളു, മണാലി, ചിറാപ്പുഞ്ചി, നെയ്യാറ്റിക്കര. ഓ, ചിറാപ്പുഞ്ചി നെയ്യാറ്റിങ്ങനെ തൊട്ടടുത്താണല്ലോ. അല്ല, അപ്പൊ പിന്നെ എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന പരിപാടി നടക്കില്ലല്ലോ അല്ലേ? അല്ല, നമ്മള് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നോക്കട്ടെ, എന്നിട്ട് പോവാം അല്ലേ? നോക്കാം. ശ്യാമകുമാർ ഹോസ്പിറ്റലിൽ പോണേ കാർ കിടപ്പുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോവാ. ഓ താങ്ക്സ്. മിസ്റ്റർ ബാലു വണ്ടി ഓടിക്കോ? 16 ഇതിലുള്ള കണ്ടെയ്നറാണ് ഓടിക്കുക രാജസ്ഥാൻ വഴിയെ. നമ്മൾ സൈറ്റിൽ മണ്ണെടുക്കുന്ന ചിലപ്പോൾ രാജസ്ഥാനിൽ നിന്നായിരിക്കും. അപ്പൊ അവിടുന്ന് അത്രയും ദൂരം ഓടിച്ചു വല്ല പോണേ, പിന്നെ കാർ ഒരു പ്രശ്നമല്ല എനിക്ക്. ഓ മൈ ഗാഡ്, ഗ്രേറ്റ് ഗ്രേറ്റ്. പക്ഷെ എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വരവായിപ്പോഴും നിങ്ങള് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ എന്താ ചെയ്യാറാം? അല്ല, വിരോധമില്ലെങ്കിൽ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം നിങ്ങൾക്ക് കഴിക്കാൻ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. രാവിലെ റാം ഫ്രൂട്ട്സ് കഴിച്ചു. നല്ല പഴങ്കഞ്ഞിരിപ്പുണ്ട്. അതൊന്നും ശീലയില്ലേ റാമിന്? കഴിച്ചാൽ വേനൽക്കാലല്ലേ, ബാക്കിയെല്ലാം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വെക്കണം. ഇതിലിപ്പോ സുഖമില്ലാത്തതല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? രാവിലെ ഫ്രൂട്ട്സ് കൊടുത്തു, ഉച്ചയ്ക്ക് നല്ല പാൽക്കഞ്ഞി, പിന്നെ സ്നാക്ക്, പിന്നെ രാത്രിയൊക്കെ ആകുമ്പോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. ചേകനാണോ? ചേകൻ അംഗത്തിന് കഞ്ഞി കുടിച്ചിട്ട് പോകണം കേട്ടിട്ടുണ്ട്. എന്ത് ശരിക്കണേ? അതെന്ത് പറയുമ്പോഴും കോമഡി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോമഡി അല്ലേ, കറക്റ്റ് പറഞ്ഞാണ്. അതെ, അത് പറഞ്ഞ വളരെ കറക്റ്റ്. അല്ല, പാൽക്കഞ്ഞി ഹെൽത്തി അല്ലേ? നിങ്ങളെല്ലാം കഴിക്കണം. നിങ്ങൾക്ക് ന്യൂജൻ നിങ്ങൾക്കൊന്നും പറ്റൂലല്ലോ. എത്ര പാലുകളില്ല എല്ലാം കൂടെ കഞ്ഞി കൊടുക്കാൻ. എന്തുവാ? അപ്പൊ എല്ലാവരും കഞ്ഞി കുടിക്കാണ്. അല്ല, എത്ര പേർ പാലുകൾ ഇവർക്ക് പാൽക്കഞ്ഞി കൊടുക്കാനേ. നമ്മൾ ഒരു കവർ വെച്ച് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്താ പേര്, നമ്മള് ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കേ. കൊള്ളാം, വിളിക്കുക. നമ്മൾ പറഞ്ഞെത്തൂലേ, പിന്നെ എന്തിനാണ് ബന്ധുക്കൾ നമ്മൾ അടുത്ത് കിടക്കുന്നത്? താങ്ക് യു സോ മച്ച്. അങ്ങനെ നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇനി എങ്ങാനും വീണെല്ല് പൊട്ടിയ പ്രായം ഒരുപാടായി, ഊറിപ്പിടിക്കാൻ വലിയ പ്രയാസമാണ്, സൂക്ഷിക്കണം. ആന്റിയെ, ഈ മെഡിസിൻ വല്ലതും മേടിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഓക്കെ ഉണ്ണിക്കിട്ട്, എന്തെങ്കിലും വിളിക്കാട്ടോ. പോട്ടെ പപ്പ. വിളിച്ച് നമുക്ക് പോവാം. പോ അച്ഛാ. അല്ല, മിസ്റ്റർ ബാലു ഒന്ന് നോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രകാശ വേഗതയിൽ നെഞ്ചക്കറക്കിയ കൈയല്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണുമ്പോഴേ വല്ലാത്തൊരു വിഷമം. ബാലിച്ച് പോവാം. അച്ഛാ പോവാം. ബാലു വാ പോവാം. പോട്ടെ. എന്നാ ശരി, ബൈ ആന്റി. ബൈ. ബാങ്കളെ. ബൈ. സൂക്ഷിക്കണേ. ആ എല്ലാം കൂടി വന്ന് ആകെ കുളമാക്കി. മോളോടൊരു വാക്ക് മനസ്സറിഞ്ഞ് മിണ്ടാൻ പോലും കിട്ടിയില്ല. അവരെ ഒരു ഇഞ്ചിന് പോലും നമ്മൾ തടുപ്പിക്കണില്ല കേട്ടോ അവളെ. ഇപ്പൊ തന്നെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലല്ലേ സംസാരം. നീലു, എന്തേ? ഓടിവാക്കാറ്റേ ചാടിവാക്കാറ്റേ 1000 പൂക്കൾ നുള്ളാൻ വാ. കുട്ടമ്പള ഓടി വാ. എന്ത് പാട്ടൊക്കെ? ഫോണില്ലേ? ഓ ഈ ടച്ച് സ്ക്രീന് ആ, അതിങ്ങനെ ഫോണില്ല, അമ്മണില്ല. കടയിൽ കൊടുത്ത് ശരിയാക്കിയ പോരെ? ആ, കടയിൽ കൊടുത്ത് ശരിയാക്കിയാൽ ശരിയാവില്ല. അതെ, പുതിയത് വാങ്ങിനോടി. പുതിയ വാങ്ങിക്കുക, അത് തന്നെ നല്ലത്. ഒരു 25,000 റേഞ്ച് മതിയല്ലേ? മതിയാവും. പുതിയ ഫോണാ? ആ, പുതിയ ഫോൺ വാങ്ങിക്കണം. ഒരു 5,000 രൂപ ആദ്യം കൊടുത്തു കഴിഞ്ഞാലേ ബാക്കി തവണകളായിട്ട് അടച്ചാൽ മതിയല്ല അല്ലേ? അങ്ങനെ എടുക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5,000 രൂപ എടുത്തേ, നിന്റെ തിരിച്ചൽ കാർഡാ ഐഡന്റി കാർഡാ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ സിം എടുത്ത് അതിലിട്ടാൽ മതിയല്ല. പ്രശ്നം നീ ഐഡന്റി കാർഡ് എടുത്തിട്ട് ഒരു 5,000 രൂപ എടുത്തോണ്ട് പാടി ഫോൺ വാങ്ങിക്കാം. അപ്പൊ ഇതിന്റെ സിം ഊരി അതിലിട്ടാൽ മതിയല്ല. ഒന്ന് പോയാ അവിടെ വേണ്ടെങ്കിൽ വേണ്ട. ഇനി വിളിക്കുമ്പോഴേ കിട്ടിയില്ല എടുത്തില്ലെന്ന് പറയരുത്. ഫോൺ കംപ്ലൈന്റ് ആണ് എടുക്കാത്തത്.
ഓ കുഴപ്പമില്ല. കൊച്ചേ വീട്ടിലോട്ടാ വിളിച്ചാ? വിളിച്ച് ആ എന്ത് വരുന്ന്? കൊച്ചിന്റെ പപ്പ സുഖമായിരിക്കണ? ആ കുഴപ്പമൊന്നുമില്ല. മരുന്നും ഫ്രൂട്ട്സും പഴക്കഞ്ഞിയെ കുടിച്ച് സൂചിച്ചിരിക്കുകയാണ്. ഞാൻ സുഖമൊക്കെ ഭേദാകുമ്പോൾ പഴയ സ്വഭാവം എടുക്കും. ഏത് സ്വഭാവം? അല്ല സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടേ നല്ല ചോറൊക്കെ ഇട്ട് തൊട്ടേ കുടുംബം വെള്ളം തരില്ല. ആ സ്വഭാവമാണ്. രണ്ടും കൂടെ അവിടെ കയറി വരാതെ കയറിയിരിക്കും. വരാതെ കയറിയിരുന്ന് മരുന്ന് മന്ത്രമൊക്കെ കഴിച്ച് അസുഖത്തിൽ കുത്തിരി കുറഞ്ഞു വരുമ്പോഴേ അപ്പാണ് ചിന്തിച്ചു പറയണത്, ഇതെങ്ങനെ പറ്റിയത്? ഇത് അപ്പുറത്തെ വീട്ടിൽ വെച്ച് കൈ ഒടിഞ്ഞാണല്ല, ബാല് മനഃപൂർവ്വം പിടിച്ച് കൈ തിരിച്ചാണല്ല, നമ്മളെ ചതിച്ചാണല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ച് കൂട്ടും. എന്റെ അപ്പയും അമ്മയും അങ്ങനെ പറയത്തില്ല. ബാലോചന അങ്ങനെയൊക്കെ ചുമ്മാ ഓലൊന്ന് കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. പറയില്ലേ നീലു? നീല് പറയില്ലേ? ഓ അങ്ങനെ അവര് പറയുമ്പോഴല്ലേ അപ്പൊ നോക്കാം. ഇപ്പൊ ആവശ്യമില്ലാത്ത കുത്തിരിപ്പൊന്നും പറയല്ലേ. താങ്കൾ സംസാരിക്കാൻ നിൽക്കണ്ട, താങ്കൾ പോകാൻ നോക്കും. ബാലോചന എങ്ങനെന്നറിയോ, എല്ലാ കാര്യമൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോ പുറകിന്ന് കുത്തും. ഇനി ഇതാകുമ്പോ എത്ര വർഷം എങ്ങനെ സഹിച്ച്? അസൈന്യം. ആ രാംകുമാറിന്റെ ഹൈമതി രാംകുമാറെ സഹിച്ചില്ലേ? ഈ രണ്ടുപേരും നാട്ടുകാർ മൊത്തം സഹിച്ചില്ലേ? നാട്ടുകാർ രണ്ടും കൂടെ രണ്ടിനെ തല്ലുകൊല്ലായിരുന്നു കൊള്ളാം. നിങ്ങൾ രണ്ടിനും കൂടെ സംസാരിച്ച് ഈ രംഗം വഷളാക്കല്ലേ കേട്ടാ. കൊച്ചകത്തേക്ക് പോ. ശരി. ബാലോചനോട് ആദ്യം കയറിപ്പം പറ. ബാലോചന തുടങ്ങിയത് ഞാനാണോ? ബാലോചന തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, നോൺ സ്റ്റോപ്പാ. ഞാൻ ചില സത്യങ്ങളൊക്കെ തുറന്നു പറയും, അത് കേട്ടോടെ ഉണ്ടാകുന്ന പോയാൽ മതി. അത് പരസ്പരം പറയാൻ. അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ രാംകുമാറങ്ങളും മിനിറ്റ് പിന്നെ അഭിപ്രായം മാറ്റി പറയേ. അച്ഛൻ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും അങ്ങനെ അത്ര നല്ല ആളൊന്നും പറയാൻ പറ്റൂല. ആ പറഞ്ഞ ശരി, അതേ സമ്മതിച്ച്. പക്ഷെ നീലമ്മ ഉണ്ടല്ലോ, അങ്ങോട്ട് ആരോടും ഒരു പ്രശ്നത്തിനും പോകത്തില്ല. എല്ലാവരോടും നല്ല മര്യാദയ്ക്ക് സംസാരിക്കും. എന്റെ അമ്മയും പപ്പയും കണക്കൊക്കെ തന്നെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഈ ബാലോചനുണ്ടല്ലോ, എല്ലാവരും വെറുതെ അങ്ങോട്ട് പ്രശ്നത്തിന് പോകും. നോക്കിയും കണ്ട് സംസാരിച്ചെങ്കിലേ പണ്ട് ഞാൻ ലക്ഷ്മിനെ ആഴ്ച ചുരുട്ടി. ഇപ്പൊ മനസ്സിലായാ എല്ലാരും കൂടി ചേർന്ന് എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്? ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. സത്യം പറഞ്ഞല്ലോ, എല്ലാരും കൂടെ എന്നെയാണ് ചവിട്ടി തേച്ചേക്കുന്നത്. എല്ലാരും കൂടെ ചേർന്ന് തേജോവധം ചെയ്യുന്നുണ്ട്. എന്തൊരു വധം? തേജോവധം. അയ്യോ വെറും വധം. നീ പോടി. എന്റെ ദൈവമേ, അടുക്കള എങ്ങനെ നിന്നാ മതിയായിരുന്നു. വെറുതെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരച്ചു. അയ്യോ ഞാൻ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവും. ചേച്ചി എന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണത്? ചേച്ചി കയറി പോയതിന് സമയമായില്ലേ? ചേച്ചി കയറി പോയേച്ചി. വയറുറച്ച് കിട്ടിയല്ലോ, വന്ന് കയറി. ചെന്നായിട്ടുള്ള കൂട്ടത്തിലൂടെ വന്ന് പെട്ടത്. വന്നതൊരു കുറുനരി. എന്താ ചേച്ചിരിക്കണേ? അല്ല മക്കളെ കേശു, ഓ അച്ഛൻ്റെ ഫോണ് കേടായടാ. അതിന് ഒരു പുതിയ ഫോൺ വാങ്ങിക്കണം മക്കളെ. എനിക്ക് കുറച്ച് പൈസ വേണം, ഒരു 5000 രൂപ വേണം മക്കളെ. അത് നീ ഹൈമാ, ഹൈ. രാമ കിച്ചണിലാണ്. ആ എന്റെ നിഗമനം തീരെ തെറ്റിയില്ലേ. ഞാൻ പുറത്തിരിക്കുമ്പോ ജസ്റ്റ് ഒന്ന് തോന്നി അവിടെ പോയി നോക്കാം. നിങ്ങൾ അവിടെ പോയി സംസാരിച്ചോ? മോളെ കണ്ടോ? എന്നെ ആരും കണ്ടുമില്ല, ഞാൻ ആരെയും കണ്ടുമില്ല. പക്ഷെ ഒരുപാട് കേട്ട്. എന്ത് കേട്ട്? ഞാൻ ആ വേലിക്കെടുത്ത് പോയി നിന്നേ. അതായത് നമ്മുടെ മോളുടെ റൂമിന്റെ അടുത്തുള്ള സ്ഥലമില്ലേ, അവിടെ പോയി നിന്ന്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ കുറച്ചും കൂടി എടുത്തു പോയി. അപ്പൊ ഈ ഉറക്കെ പറയുമ്പോ ചിലതൊക്കെ ഞാൻ കേട്ടു. എന്താ കേട്ടാ? അവിടെ സംസാരമൊന്നുമല്ല, പൊരിഞ്ഞ പോരാ. പിന്നെ എല്ലാവരുടെയും സംസാരം ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. പക്ഷെ ബാലചന്ദ്രൻ തമ്പി നമ്മളെ മോളും കൂടി സംസാരിക്കുന്നതിന്റെ പല ഭാഗങ്ങളും ഞാൻ കേട്ടു. സത്യം പറഞ്ഞാലേ എന്റെ ഹൃദയം തകർന്നുപോയി. എന്താ അവിടെ ഒരു പ്രശ്നമാണോ? അവരെ നമ്മുടെ മുന്നിൽ മോളെ കൂട്ടിട്ട് വരുമ്പോ ചിരിയും കളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെറും ആക്ടിങ്ങാ. സത്യം പറഞ്ഞ മോളുടെ സ്ഥിതി ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമം. മോൾക്ക് എന്തെങ്കിലും? അവര് നമ്മുടെ മുമ്പിൽ മോളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ വെറുതെയാ. മോള് നമ്മുടെ അടുത്ത് തുറന്ന് ഒന്നും പറയാറില്ല. നമുക്ക് വെറുതെ വിഷമമുണ്ടെന്ന് കരുതിയിട്ടാ. പിന്നെ അഥവാ എന്തെങ്കിലും പറഞ്ഞാലും അവൾക്കല്ലേ അത് മോശം. അവളാണല്ലോ എല്ലാ തീരുമാനവും എടുത്ത് അവൻ്റെ കൂടെ പോയത്. ഒരുപക്ഷെ മോൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ചെയ്തു പോയത് എല്ലാം അബദ്ധമായി പോയിന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നായിരിക്കും അവള് ചിന്തിക്കേണ്ടത്. അത്രയ്ക്ക് പ്രശ്നമാണോ? പ്രശ്നമാണ് ഹൈമ. എന്തോ സംസാരത്തിന്റെ ഇടയിൽ നമ്മളെ അയാൾ കുറ്റം പറയുന്നത് കേട്ട് നാട്ടുകാർ നമ്മളെ പണ്ടേ തല്ലി കൊല്ലേണ്ടതായിരുന്നു. അതിന് മോൾ എന്തോ മറുപടി പറഞ്ഞു. അപ്പൊ അയാൾ പറയാണ്, പണ്ടിൽ അയാളുടെ മോളുണ്ടല്ലോ അച്ചു, അവളെ അടിച്ചു ചുരുട്ടിയ പോലെ നമ്മുടെ മോളെ അടിച്ചു ചുരുട്ടുന്നു. അങ്ങനെ പറഞ്ഞ? ആ അയാൾ ഒരുപാട് തരത്തിൽ നമ്മുടെ മോളെ ഭീഷണിപ്പെടുത്തുന്നു. പറയുന്നില്ലേ? അവൾ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ അറിയില്ലേ, എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ നോക്കിയ പല രീതിയിൽ സംസാരിച്ച് നമ്മളെ വായ അങ്ങ് അടപ്പിച്ചു കളയാൾ. അപ്പൊ നീലിമ അവരൊന്നും മിണ്ടുന്നില്ലേ? നീലിമ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്.
പക്ഷെ അയാളാണല്ലോ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അയാൾക്ക് എന്ത് ഡോമിനേഷൻ ഉണ്ടെങ്കിലും അയാൾ എന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ മോക്ക് എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് അവിടെ വന്നാ പിന്നെ അയാളെ ഡോമിനേഷൻ മേടിച്ചോട് കീറും. അയാൾ മൊത്തത്തിൽ ഒരു ദുരൂഹതയാണ്. ചില സമയത്ത് കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും നടക്കും, മറ്റു സമയത്തോ അതുപോലെ അല്ല. അന്ന് ഓർമ്മയില്ലേ നീ തോക്ക് ചൂണ്ടിയപ്പോ എന്ത് കൂളായിട്ടാ പതറാതെ മുമ്പിൽ എങ്ങോട്ട് വന്ന് നെഞ്ചും വിചർത്തി നിന്നത്. പിന്നെ അയാളെന്നാ ഡബിൾ ബാരൽ കണ്ടു കൊണ്ടുവന്നില്ലേ, അത് സാധാരണ കണ്ടൊന്നുമല്ല, ലക്ഷങ്ങൾ വിലയുള്ള സാധന. അയാളത് പിടിച്ച രീതിയോ തനി വേട്ടക്കാരൻ സ്റ്റൈല്. ഉറപ്പാണ് അയാൾക്ക് അത് യൂസ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം അത്ര മോശപ്പെട്ട കുടുംബമൊന്നുമല്ല അയാളുടേത്. തെക്കൻ കൃഷിയോര മേഖലയിലുള്ള ഏതോ വലിയ ജന്മ കുടുംബമാണ്. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അയാൾ ഇവിടെ വന്ന് റെന്റഡ് ഹൗസിൽ താമസിക്കുന്നത്? ഒരു സാധാ സൂപ്പർവൈസറിന്റെ ജോലി എന്തിനാ അയാൾ ചെയ്യുന്നത്? എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി ഉണ്ട് അയാൾക്ക്, ഉറപ്പാ. അയാളുടെ കളിയും ചിരിയൊക്കെ എല്ലാം ഒരു മറയാ. ഏയ് അതിനൊന്നും സാധ്യതയില്ല. എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അല്ല, ഈ ദിയമോളുടെ അവിടുത്തെ അവസ്ഥ എന്താണ്? അല്ല, അവസ്ഥ എന്താണെന്നോ കണ്ടുപിടിക്കുക. പക്ഷെ ബാലചന്ദ്രൻ തമ്പി അയാളൊരു ടെററാണ്. പാറു മേലെ എന്നെ മുട്ടായി എടുക്കരുത്. അത് തൊണ്ടയിൽ കരാറപ്പ് മാറാനുള്ള മുട്ടായിരുന്നു. എത്ര ഒളിപ്പിച്ച് വെച്ചാലും എവിടെ നിന്നും എടുത്ത് അന്വേഷിച്ച് മോട്ടിച്ചെടുത്തോളൂ. ഇതൊരു കഷ്ടമാണ് പാറു നിന്നെ കൊണ്ട്. എനിക്ക് മുട്ടായിട്ടുമ്പോ അച്ഛനായിരുന്നോ? എനിക്ക് മുട്ടായിട്ട് ഞാൻ നിനക്ക് തരണതാ. ചേച്ചി കണക്ക് പറയാതെ. നീ ചേച്ചി കണക്ക് പറയാതെ. അച്ഛൻ ഇനി മുട്ടായിരുന്നു എനിക്ക് വാങ്ങിച്ചണ്ട. നിന്റെ മുട്ടായി നീ എനിക്ക് തരണ്ട. എനിക്ക് കൊതിയെന്നാണ് അച്ഛൻ. കൊതിയില്ലാത്ത ഒരാള്. ഒന്ന് പോവച്ചൻ. നീ പോ കൊച്ചാ കൊച്ചേ. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ മിണ്ടത്തേയില്ല. നീ മിണ്ടിലേക്ക് എന്റെ അരി പോവില്ല. ഒന്ന് പോടേ. പോടെ. എന്തോന്ന്? ദാപ്പോടെ അല്ല, ഇത് മറ്റേ പോടെ. മറ്റേ പോടെ അത് നീ കിടിച്ചോണ്ടില്ലടി. കിടി ഈ പാറുണ്ടല്ലോ വര ആലുമ്പായിട്ട് വരണം. ഈ ലച്ചുനെ പോലെ. ഉടനെ ഇനി പെണ്ണം വെക്കിട്ട് കയറിക്കോ. ഞാൻ വെറുതെ വന്നതാണ്. അച്ഛാ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടില്ല. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മക്കളെ നിൽക്കണ്ട. അച്ഛൻ കുഴിപ്പള്ളത്തുണ്ടാക്കാം. അച്ഛാ ലച്ചേ, അച്ഛനെ പാറുവിന്റെ അടുത്ത് മിഠായിയുടെ കാര്യം പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കുകയായിരുന്നു. നീ വന്നപ്പോ നിന്റെ അടുത്തായി. ഇനി അത് വെടിക്കെട്ടോടുകൂടി എന്റെ അടുത്ത് വന്ന് അവസാനിക്കും. ദൈവമേ, ഞാൻ ജനിച്ചല്ലേ ഇവിടെ. അത് തന്നെ ഞാനും ആലോചിക്കണത്. ഇതൊക്കെ എന്തിനാ ജനിച്ചെന്ന്. അച്ഛനല്ലേ വീട് നിറയെ പിള്ളേർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ നേർച്ചയൊക്കെ നേർന്നത്. അയ്യോ ഭഗവാനെ, ഞാൻ നേർന്ന് കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് നല്ല മക്കളെ തരണേന്ന്. പക്ഷെ തന്ന് ഒന്നും നല്ലതല്ല, എല്ലാ പൊട്ടകള്. എൻ്റെ മക്കളൊക്കെ വേറെ ഇനി ജനിക്കാതിരിക്കണേ ഉള്ളൂ. അത് ഇനി ജനിക്കും. നീക്ക് ഇടയിൽ കൂടെ ഒക്കെ സീനിയോറിറ്റി അടിച്ച് ഇവിടെ വന്ന് കുടുംബം നശിപ്പിച്ച് നമ്മളെ നശിപ്പിച്ച്. ഇനിയും ജനിക്കുമെന്നോ? ഇനിയും ജനിക്കുമെന്നോ? നല്ല മക്കൾ ഇനി ജനിക്കാതിരിക്കണേ ഉള്ളൂ. ഇല്ലടേ. എപ്പോ? അച്ഛൻ എന്ത് വട്ടത്തരം അച്ഛ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഒന്നും മനസ്സിലാക്കാത്ത ഒരാള് മനസ്സിലായത്തോടെ മതി. അല്ല, ഇവിടെ ഇപ്പൊ ശരിക്കും എന്താണ് പ്രശ്നം? തൃശ്ശൂർ പൂരവും നെന്മാറ വെടിക്കെട്ടും കൂടി ഉത്രാളിക്കാൽ വന്ന് പൊട്ടിച്ച്. ആ വെടിക്കെട്ട് നേതൃത്വം കൊടുത്തത് പടവല മുട്ടമ്പിള്ള. ഈ കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് മാധവൻ. അമ്മ കൈ പിടിച്ച് തിരിച്ചുവിടമ്മ. ആരുടെ? അച്ഛന്റെ. അയ്യോ, തിരിച്ചോട് കാണാൻ വേണ്ടി നിൽക്കാനാ. പാറുവേ, നീ ഇറങ്ങി പോവാൻ നോക്കിയ വെറുതെ അച്ഛൻ്റെ കയ്യിൽ ബാക്കി വാങ്ങണ്ട. ഇനി എന്നെ അടിച്ചുകൂടാ. അതെന്ത് കാര്യം? ഞാൻ വലിയ കുട്ടിയായി. പിന്നെ വലിയ കുട്ടിയായി, കല്യാണ പ്രായം നിൽക്കല്ലേ. ഇനി വേലത്തരം കാണിച്ചല്ലേ ഞാൻ തന്നെ തരും. ആ ദിയ എവിടെ? എന്തിനാ അച്ഛാ? പിടിച്ച് ഇന്നേ മക്കളുടെ അടുത്തുള്ള പോര് കഴിഞ്ഞ് ഇനി മരുമോള്. അച്ഛാ, ഇപ്പൊ ദിയ ചേച്ചിയായിട്ട് ഒരു ഉടക്ക് കഴിഞ്ഞുകൊണ്ട് പോയതല്ലേ ഉള്ളൂ. അച്ഛൻ 7 ദിക്കിലും ഒറ്റയ്ക്കൊന്ന് വഴക്കുണ്ടാക്കാൻ മിടുക്കനാണ്. അച്ഛന്റെ പേരാണ് അരിക്കൊമ്പൻ ആന. ഇപ്പൊ ചവിട്ടി താഴ്ത്തും അരിക്കൊമ്പൻ ആന. ആ രാംകുമാറിന്റെ കൈ എന്തായെന്തോ. സത്യം പറഞ്ഞ വീണപ്പോ അങ്ങളുടെ കൈക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ പിടിച്ച് തിരിച്ചിട്ടാണ് പ്രശ്നമായത്. അങ്ങനെ പറയരുത്. ഞാൻ പറയും. അച്ഛൻ പിടിച്ച് തിരിച്ചിട്ടല്ല, അച്ഛൻ പിടിച്ച് നേരെ ആക്കിയിട്ടാണ് ശരിയെന്നാണ് അവിടെ ഞങ്ങളെ പറഞ്ഞേക്കുന്നത്. മാറ്റി പറഞ്ഞതിന് നല്ല അടയില കൈ കിട്ടിയത്. ഇനി ഞങ്ങളുടെ ഒരിക്കലും ശരിയാവൂല. ഇതിനാ ഞാൻ ഉരുട്ടി കളിക്കും. എന്റെ അമ്മോ, ഇതൊക്കെ വളർന്നു വരുമ്പോ എന്റെ സ്ഥിതി എന്താകുമെന്തോ. അതിന് ഞാൻ ചോദിക്കണം, എന്തോന്നത്? അമ്മായി പറഞ്ഞു ഞാൻ പോകാനായിരുന്നു. നീ കളിക്കാനാന്ന്. എന്ത്? ഞാൻ അങ്ങോട്ട് ഇപ്പുറത്തെ ആടണം, ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പുറത്തെ ആടണം. ശുദ്ധം വയസ്സായ തട്ടി കളിക്കണ. വല്ലാത്തൊരു ദുര്യോഗം തന്നെ. വല്ലാത്തൊരു യോഗം. ബാലച്ചനെ ഞാൻ ശരിയാക്കും. എന്നെ ശരിയാക്കാനേ നിന്റെ പപ്പയ്ക്കും പറ്റൂല, നിന്റെ മമ്മിക്കും പറ്റൂല. നീ ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ പപ്പ ഇവിടെ നിന്ന് മൂക്കിടിച്ച് വീഴുന്നില്ലേ, കൈ ഒടിച്ചില്ലേ? അതിന്റെ ദേഷ്യത്തിൽ ഇപ്പൊ തീർക്കണത്. ഈ ബാലച്ചൻ എന്തെന്നൊക്കെ പറയുന്നത്? എന്റെ സ്വഭാവം അറിയാൻ ബാലോചനും നിയമങ്ങളും വാങ്ങും കേട്ടാ.
കുറെ നേരമല്ലോ രണ്ടും കൂടെ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ബാലു വെച്ച് അന്ന് തികച്ച് വിളിക്കില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഒരു പ്രശ്നവുമില്ല. രാംകുമാർ ഹൈമവതി എന്ത് പോക്കത്തരം കാണിച്ചാലും ഞാൻ അത് സമ്മതിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഡോ അച്ഛൻ എന്ന് തന്നെ കൊന്നു തിന്നാനുള്ള മൂഡിലാണ്. അതുകൊണ്ട് താ തന്നെ ജോലി വല്ലതുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കും. അപ്പൊ പിന്നെ എന്നെ കൊല്ലുന്നിരിക്കുന്നത് കാണണമല്ലോ. നേരത്തെ അവിടെ വെച്ച് പറഞ്ഞ് നീ കേട്ടില്ലേടി ടൂറിന് പോവാന്ന്? നല്ല രസമായിരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ. അടി ഇടിയും വെടിയും പോയും ചോരക്കളവും ടൂർ നല്ല രസമായിരിക്കും. എന്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ പോകാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും ബാലു വെച്ചിട്ടില്ല. കണ്ടാ പണത്തിന്റെ അഹങ്കാരത്തിന് ധ്വനി ഒഴുകി പറഞ്ഞ. ഇതാണ് പറഞ്ഞത്, പണക്കാരെ പട്ടിണി കിട്ടാ പട്ടിക്ക് ഒരു പിടിക്കില്ല. എന്താന്ന് അല്ലെങ്കിൽ തന്നെ അച്ഛനെ പിന്നെ ആ കാര്യം ഇവിടെ പറഞ്ഞ അങ്ങനെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ടോ? പഴഞ്ചൊല്ലി പതിരില്ല, അങ്ങനെയൊക്കെ പഴഞ്ചൊല്ലുണ്ട്. ആ ബാലുവേ ചുമ്മാണെന്ന് ബഹളം വെക്കല്ലേന്ന്. എന്താ പറ കഴിക്കാൻ അവിടെ രാത്രിത്തേക്ക്? എന്താ ദിയ കൊച്ചെ കഴിക്കാൻ വേണ്ടി രാത്രി? ഗോതമ്പുണ്ട ഒന്ന് പോവാലിച്ച. എന്റെ കുറച്ച് ഡ്രസ്സോടെ കൈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിയല്ലേ, ഭയങ്കര വെയില് ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണം. സോപ്പൊടിയിലൊന്ന് തിരുമിട്ടാൽ മതി. കൊറേ ഉണ്ട് ബാലു കഴുകാൻ. വെയിലെല്ലാവർക്കും ഒരുപോലെ തന്നെയാ, എല്ലാവർക്കും എവിടെ? അയ്യോ അയ്യോ എന്താ രാംകുമാരെ, രാംകുമാരെ. അയ്യോ